الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم فأما عاد فاستكبروا في الأرض بغير الحق وقالوا من أشد منا قوة أولم يروا أن الله الذي خلقهم هو أشد منهم قوة وكانوا بآياتنا يجحدون صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കും. പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമകാലിക അവസ്ഥയിൽ ഇത്തരം ദുരന്തങ്ങളുടെ പിന്നിൽ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ പാഠങ്ങളും താക്കീതുകളും എന്തെന്ന് മനസ്സിലാക്കാൻ ഉതകുന്ന വർത്തമാനമായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ നാം ശ്രവിച്ചത്. ധർമ്മം ക്ഷയിക്കുന്നിടത്ത്, മൂല്യച്യുതി സംഭവിക്കുന്നിടത്ത്, കാലാവസ്ഥയുടെ താളപ്പിഴകളും ഭൂകമ്പവും കൊടുങ്കാറ്റും ഭൂമി ആഴ്ന്ന് പൂണ്ട് പോകുന്ന പ്രക്രിയയുമൊക്കെ സംഭവിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെന്നോണം പ്രവചനങ്ങളായി പറഞ്ഞ തിരുവചനങ്ങളിൽ ഇത്തരം ചില വിഷയങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യകൂനു ഫീ ആഖിരി ഉമ്മത്തി ഖസഫുൻ വ മസഖ്, എൻ്റെ ഈ ഉമ്മത്തിൻ്റെ അവസാന നാളുകളിൽ ഭൂകമ്പവും കാലാവസ്ഥയിൽ ഭീകരമായ വ്യതിയാനങ്ങളും കോലം തെറ്റലും ക്രമം മാറലും സംഭവിക്കും. ഖാലത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹ അപ്പോൾ ചോദിച്ചു, അവർ പറഞ്ഞു, ഖുൽതു, ഞാൻ ചോദിച്ചു, അനുഹ്ലികു വഫീന അസ്സായിമൂൻ, പ്രവാചകരെ, ഞങ്ങൾ അഥവാ ഈ സമുദായം നശിപ്പിക്കപ്പെടുമോ? ഞങ്ങൾക്കിടയിൽ
നോമ്പനുഷ്ഠിക്കുന്നവർ ഉണ്ടായിരിക്കെ മുസ്ലിം സമുദായം നമസ്കാരവും നോമ്പും ഇസ്ലാമിന്റെ ആരാധനാദി കാര്യങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ ഈ ഉമ്മത്തിനെ അവിധമുള്ള പ്രകൃതി ദുരന്തങ്ങളാൽ, കാലാവസ്ഥയിൽ വരുന്ന വലിയ വലിയ മാറ്റങ്ങളിലൂടെ ഉണ്ടായിത്തീരുന്ന ദുരന്തങ്ങൾ, ഭൂകമ്പം ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള അള്ളാഹുവിന്റെ ഇടപെടലുകൾ ഇത് മുഖേന നശിപ്പിക്കപ്പെടുമോ? ഞങ്ങളൊക്കെ നോമ്പ് നോക്കുന്നവരായിരിക്കെ നാം റസൂലുള്ളാഹി പറഞ്ഞു, അതെ, ഇദാ ലഹറൽ ഖബസ്, അധർമ്മം നിങ്ങൾക്കിടയിൽ പ്രകടമായാൽ, ധർമ്മം ക്ഷയിച്ചു പോയാൽ, മൂല്യത്തിന് ച്യുതി സംഭവിച്ചാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് പറഞ്ഞ തിർമിദി ഉദ്ധരിച്ച ഹദീസാണ് ഈ കേട്ടത്. ഈ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചുള്ള നിലവിലുള്ള ഒരു പഠനം ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ശക്തികളെ അടിക്കടി ഇത്തരം ദുരന്തങ്ങൾ പിടികൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ചുഴലിക്കാറ്റുകളായും കൊടുങ്കാറ്റുകളായും ഒന്നിനു പിറകെ ഒന്നായി ഭൂചലനങ്ങളായും ഭൂകമ്പങ്ങളായും നമുക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കാലികമായ അവസ്ഥയിൽ അതിൻ്റെ ആവർത്തനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ടൈം പീരിയഡിനെ, ഡ്യൂറേഷനെ, കാലാവധിയെ പഠിക്കുമ്പോൾ അതിലൊക്കെ അടിക്കടിയുള്ള ആവർത്തനവും ആ ആവർത്തനം വലിയ വലിയ ആളുകളെ, സംവിധാനങ്ങളെ, രാഷ്ട്രങ്ങളെ അഹങ്കാരത്തിന്റെ മുടിചൂടാമന്നന്മാരായി നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ പിടികൂടുന്നതായും കാണാം. എന്തായിരുന്നാലും ഇതൊരു യാദൃശ്ചികതയാവാൻ ന്യായമില്ല എന്ന് മനസ്സിലാക്കാനാണ് നമ്മുടെ മുമ്പിൽ വ്യക്തമായ ന്യായങ്ങൾ. അവരുടെ ശക്തിയോ കഴിവോ സമൂഹത്തെ നയിക്കുന്നിടത്ത് നേതൃപരമായി അവർ വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്കോ അവർ ആർജിച്ചെടുത്ത ശാസ്ത്രീയവും സാങ്കേതികവുമായ മികവോ കഴിവോ ഒന്നും ഇത്തരത്തിലുള്ള ഇടപെടലിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഒട്ടുമേ ഉതകുന്നില്ല എന്ന് വളരെ കൃത്യമായി ചരിത്രം നമ്മോട് വിളിച്ചോതുന്നു. 6.28 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയാൽ അതിനുള്ള സാധ്യതയെ ഇപ്പോൾ നമ്മുടെ പഠനത്തിൽ ഉള്ളൂ എന്നതുകൊണ്ട് അതിനെ അതിജയിക്കുന്ന സംവിധാനങ്ങളോടുകൂടി ആണവ റിയാക്ടറുകളും അതുപോലുള്ള സംവിധാനങ്ങളും പടുത്തുയർത്തിയ പരിഷ്കൃത ലോകം റിക്ടർ സ്കെയിലിൽ 7.2 രേഖപ്പെടുത്തുന്ന ഒരു ഭൂകമ്പത്തെ പ്രതീക്ഷിച്ചില്ല. അതിന്റെ ദുരന്തമായിരുന്നു ജർമ്മനിയിൽ നമ്മൾ കണ്ടത്. അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ, അവന് മുകളിൽ ഒരു പ്രപഞ്ചനാഥൻ ഇരിക്കുന്നു എന്ന യാഥാർത്ഥ്യം, നാഥന്റെ കൽപ്പനയെ ധിക്കരിച്ച് അധർമ്മത്തിന്റെ മാർഗേ സഞ്ചരിച്ചാൽ സംഭവിക്കേണ്ടി വരുന്ന ശക്തമായ തിരിച്ചടി, ഇതെല്ലാം ഇന്നും വളരെ കൃത്യമായി നമുക്കിടയിൽ സംഭവ യാഥാർത്ഥ്യങ്ങളായി ഉണ്ട് എന്ന് കണ്ണു തുറന്ന് മനസ്സിലാക്കാൻ ഈ ആയാത്തുകളും തിരുവചനങ്ങളും നമ്മെ യഥാവിധി ഉത്ബോധിപ്പിക്കുന്നു. കഴിഞ്ഞുപോയ തലമുറയിലെ ഇത്തരത്തിലെ ഒരു സംഭവത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാഠം ഭംഗ്യന്തരേണ നമ്മെ ബോധവൽക്കരിക്കുന്നുണ്ട്. ആദ് സമൂദ് ഗോത്രങ്ങളെ കുറിച്ചും അവർക്കിടയിലേക്ക് കടന്നു വന്ന മഹാരഥന്മാരായ പ്രവാചകന്മാർ ഹൂദ് അലൈഹിസ്സലാം, സ്വാലിഹ് അലൈഹിസ്സലാം എന്നിവരെ കുറിച്ചും ഈ മിമ്പറിൽ നിന്ന് വിശദാംശങ്ങളോടെ നാം കേട്ടതാണ്. ആദ് സമൂഹത്തെ അള്ളാഹു ശിക്ഷിച്ച വിധം സൂറ ഫുസ്സിലത്ത് 16-17 സൂക്തങ്ങളിൽ ഖുർആൻ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ശക്തമായ ഒരു കാറ്റ് അവരിലേക്ക് അടിച്ചു വീശുകയും അതോടുകൂടി ആ സമൂഹം അമ്പേ തകർന്ന് തരിപ്പണമാവുകയും അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ ഭാഗമായി അവർ പണിതുയർത്തിയ അവരുടെ കെട്ടിടങ്ങളും അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആ കാലഘട്ടത്തിൽ അവർ ആർജിച്ച നിർമ്മാണ ചാതുരിയും വളരെ കൃത്യമായി ഇന്നും ലോകത്തിന് പാഠമായി അവശേഷിക്കുകയും ചെയ്ത ആ പ്രസ്തുത സംഭവത്തെയാണ് ഖുർആൻ ഈ സൂക്തത്തിലൂടെ നമ്മുടെ മുമ്പിൽ വിഷയമായി അവതരിപ്പിക്കുന്നത്. അവർക്കൊരു നാട്യമുണ്ടായിരുന്നു. ഞങ്ങളെക്കാൾ ശക്തർ ഭൂമുഖത്ത് വേറെ ആരുണ്ട്? കാലു അവർ പറയാറുണ്ടായിരുന്നു, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ സാങ്കേതികമായ വളർച്ച, വൈജ്ഞാനികമായ ഉയർച്ച,
കായബലത്തിൽ ഞങ്ങൾക്കുള്ള മികവ്, ഞങ്ങൾ ആർജിച്ചെടുക്കുന്ന സ്വാധീനവും കഴിവും, ഇത് ഞങ്ങളെക്കാൾ കൂടുതൽ ഈ കാലഘട്ടത്തിൽ വേറെ ആർക്കുണ്ട് എന്ന് അവർ അഹങ്കാരത്തോടെ പറഞ്ഞിരുന്നു എന്ന് ഫുസ്സിലത്തിലെ 16-ാം സൂക്തത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഫഅമ്മാ ആദുൻ, എന്നാൽ ആദ് സമൂഹം, ഫസ്തക്ബറൂ ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, അന്യായമായി അവർ ഭൂമിയിൽ അഹങ്കരിച്ചു. വഖാലു, അവർ നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരുന്നു, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ശക്തർ ഈ ഭൂമുഖത്ത് വേറെ ആരാണുള്ളത്? അവലം യറൗ, അവർക്ക് ഇന്നേ വരെ മനസ്സിലായില്ലേ, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടില്ലേ, അന്നല്ലാഹല്ലദീ ഖലഖഹും, ഈ ശക്തരെന്ന് നടിക്കുന്ന ഇവരെ സൃഷ്ടിച്ചവൻ അള്ളയാണെന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇവരെക്കാൾ ശക്തനാണ് ആ തമ്പുരാൻ എന്ന പരമാർത്ഥം അവർക്ക് ഇനിയും മനസ്സിലായില്ലേ. ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, ഇവരെ സൃഷ്ടിക്കുകയും ഇവർക്ക് ഈ കഴിവിന്റെ മികവുകൾ നൽകുകയും ചെയ്ത ആ തമ്പുരാനാണ് ഇവരെക്കാൾ ശക്തൻ എന്ന യാഥാർത്ഥ്യം അവർക്ക് ഇനിയും മനസ്സിലായില്ലേ. വകാനൂ ബിആയാതിനാ യജ്ഹദൂൻ, എന്നിട്ടും ചിന്തയില്ലാതെ ഈ വിഭാഗം നമ്മുടെ ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ നിരന്തരമായി നിഷേധിച്ചു കൊണ്ടിരുന്നു. ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറ, അവർക്ക് നേരെ നാം സർസറ, ശക്തമായ കൊടുങ്കാറ്റിനെ അയച്ചു. ഫീ അയ്യാമിൻ നഹിസാത്ത്, ആ ദുർദിനങ്ങളിൽ ആ കാറ്റ് അവർക്കിടയിൽ സംഹാര താണ്ഡവമാടി. ലിനുദീഖഹും അദാബൽ ഖിസി ഫിൽ ഹയാത്തി ദുനിയ, ശക്തരെന്ന് നടിച്ച ആ കൂട്ടരെ ഭൂമുഖത്ത് നിന്ദ്യന്മാരാക്കി മാറ്റാൻ, അവരെ നിന്ദ്യതയുടെ പതിത്വം അനുഭവിപ്പിക്കാൻ വേണ്ടിയായിരുന്നു നാം ഈ കാറ്റിനെ അയച്ചത്. ലിനുദീഖഹും, നാം അവരെ രുചിപ്പിക്കാൻ വേണ്ടി, അദാബൽ ഖിസി, നിന്ദ്യതയുടെ ശിക്ഷ, ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോകത്ത് അവരെ അനുഭവിപ്പിക്കാൻ വേണ്ടി, വല അദാബുൽ ആഖിറതി അഖ്സ, ഏറ്റവും നിന്ദ്യമായ ശിക്ഷ പരലോകത്ത് അവരെ കാത്തിരിക്കുന്നു. വഹും ലാ യുൻസറൂൻ, അവർ ഇഹലോകത്ത് എത്ര ശക്തരായിരുന്നാലും ശരി അവരെ സഹായിക്കാൻ അവിടെ ആരും ഉണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആൻ സൂറ ഫുസ്സിലത്തിലെ 16-17 സൂക്തങ്ങളാണ്. ഒരു പർവ്വതത്തെ അങ്ങനെ നിർത്തിയിട്ട് ഇപ്പുറത്ത് മാറി നിന്ന് ആ പർവ്വതത്തെ കൃത്യമായിട്ട് കണക്കാക്കുക, അതിനകത്ത് ഒരു കൊട്ടാരം പണിയാൻ, ഒരു കെട്ടിടം പണിയാൻ പുറത്തിരുന്ന് പ്ലാൻ ചെയ്യുക, അതിലേക്കുള്ള പ്രവേശന കവാടവും വായു സഞ്ചാരത്തിനുള്ള, വെളിച്ചത്തിന്റെ പ്രവേശനത്തിനുള്ള സംവിധാനങ്ങളും കൃത്യമായി കണക്ക് കൂട്ടുക, അതിനകത്ത് കിടക്കാനും ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും കളിതമാശകൾക്ക് ഒത്തുകൂടാനും പിന്നെയും വേണ്ട സംവിധാനങ്ങളെ ക്രമീകരിക്കുക. അങ്ങനെ കൃത്യമായ ഒരു പ്ലാനിങ്, കൃത്യമായ ഒരു ആസൂത്രണം, ഒരു കൃത്യമായ വരയും കുറിയും നിർണയിച്ച് വെച്ചിട്ട് അவ்விധം ആ മലയെ തുരന്ന് അതിനകത്ത് സജ്ജീകരിക്കുക എന്നത് ചെറിയ ഒരു സംഗതിയല്ല, അതൊരു വലിയ കഴിവാണ്. സാങ്കേതികവും വൈജ്ഞാനിക തലവും ഒന്നിക്കുന്നിടത്ത് കഴിഞ്ഞുപോയ തലമുറക്ക് സാധ്യമായ കഴിവ്, സാങ്കേതിക പരിജ്ഞാനവും ആ കാലഘട്ടത്തിന്റെ വൈജ്ഞാനിക വളർച്ചയ്ക്ക് അനുസൃതമായ ശാസ്ത്രീയ മികവും അതിനുപരി ലഭ്യമായ ബുദ്ധിപരമായ അറിവിന്റെ, മികവിന്റെ, പരിചയത്തിന്റെ ഇടവും ഒന്നിച്ചു ചേരുന്ന ഒരു പ്രവർത്തനമായിരുന്നു ഈ കൂട്ടര് കാണിച്ചത്. മറുവിഭാഗം, അടുത്ത ഗോത്രം അല്ലെങ്കിൽ അടുത്ത സമൂഹം ഈ മലയെ അങ്ങനെ നിർത്തിയിട്ട് അതിന് മുകളിൽ കെട്ടിടങ്ങൾ പണിയുകയായിരുന്നു. താഴെ നിന്ന് കല്ലും അതുപോലെ തന്നെ മതിയായ നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കളും അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ അണിനിരത്തി അവിടെ വെച്ച് ക്രമീകരിച്ചു ഉയർന്നു നിൽക്കുന്ന പർവ്വതത്തിന് മുകളിൽ പിന്നെയും രമ്യഹർമ്മങ്ങൾ പണിയുന്ന പ്രവർത്തനമായിരുന്നു മറുവിഭാഗം ചെയ്തത്. ഇതായിരുന്നു ആദ് സമൂദ് ഗോത്രങ്ങൾ. അറിവിലോ കഴിവിലോ മികവിലോ സാങ്കേതിക തികവിലോ അവരൊട്ടും പിറകിലായിരുന്നില്ല. ഈ പുതിയ കാലഘട്ടത്തിലും നമുക്കിടയിൽ ശാസ്ത്രീയമായ വളർച്ചയും അധുനാധുനങ്ങളായ നവനവങ്ങളായ സാങ്കേതിക വിദ്യയുടെ മികവും അതിനനുസൃതമായ മേൽക്കൈ ലോകക്രമത്തിൽ നേടിയെടുത്തവരും ഉണ്ടെന്ന കാര്യം നമുക്കറിയാം. അവരും പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ, വെട്ടിത്തുറന്ന് പറഞ്ഞോ അല്ലെങ്കിൽ വെട്ടിത്തുറന്ന് പറയാതെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനമാണ്, അല്ലെങ്കിൽ പറയാതെ പറയുന്ന ഒരു വർത്തമാനമാണ് മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ശക്തർ ഇന്ന് ലോകത്ത് ആരുണ്ട്, ഞങ്ങളാണ് ഒന്നാമന്മാർ, ഞങ്ങളാണ് നയിക്കേണ്ടവർ,
ഞങ്ങളാണ് നായകന്മാർ, ഞങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുക, ഞങ്ങളെ വിട്ടിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഞങ്ങളെ ധിക്കരിച്ചാൽ കയറി ഞങ്ങൾ ഇടപെടും, അതുകൊണ്ട് ഞങ്ങൾ വരച്ചവരിൽ നിന്നോളണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പലപ്പോഴും വ്യക്തമായും ചിലപ്പോൾ പറയാതെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മികവിന്റെ ആശാന്മാർ ഇന്നുമുണ്ടെന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയണം. പക്ഷെ അത്തരത്തിലുള്ള വലിയ വലിയ മികവും കഴിവും നേടി ഞങ്ങളാണ് ശക്തർ എന്ന് അഹങ്കാരത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നവർക്ക് അടി കിട്ടാറുണ്ട്. പക്ഷെ അടി കിട്ടുന്നത് എന്തിനാണെന്ന് അവർക്ക് ബോധ്യപ്പെടാറില്ല എന്നതാണ് പരമയാഥാർത്ഥ്യം. ഈ വസ്തുതയാണ് വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയ കഴിവും മികവുമുള്ള ആളുകളെ, വലിയ വലിയ സാങ്കേതിക തികവുള്ള ആളുകളെ, ലോകത്തെ അടക്കി ഭരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ ജയിച്ചും പരാജയപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഒന്നിനു പിറകെ ഒന്നായി പിടികൂടിക്കൊണ്ടിരിക്കുന്ന കാറ്റുകൾ ഇന്ന് ചരിത്രത്തിൽ പേരെടുത്ത കാറ്റുകളാണ്. നമുക്കറിയാം, ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കുന്ന ഈ ദുരന്തം വിതക്കുന്ന, വലിയ വലിയ നാശങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കാറ്റുകൾക്ക് ചരിത്രത്തിൽ ചില പേരുകൾ അവർ രേഖപ്പെടുത്താറുണ്ട്. അതങ്ങനെ റീത്തയും കത്രീനയുമായി, പിന്നീട് സ്കാൻഡിയായി, അങ്ങനെ പല പേരിൽ തുടരുകയാണ്. പേരുകൾക്ക് പഞ്ഞമില്ലാത്തതുപോലെ ഈ ആവർത്തനങ്ങൾക്കും പഞ്ഞമില്ല. ആവർത്തനത്തിന്റെ കാലയളവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതിന്റെ മറ്റു അനുരണനങ്ങൾ അതിനപ്പുറത്തുള്ള ഭൂമികയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പരിസരത്ത് വരെ നീലം ചുഴലിക്കാറ്റ് സംഹാര താണ്ഡവമാടുകയും അത് തുടർന്നിരുന്നു എങ്കിൽ കേരളീയ തീരം പോലും രക്ഷപ്പെടുകയില്ല എന്നുമൊക്കെയുള്ള യാഥാർത്ഥ്യം യഥാവിധി കാര്യങ്ങൾ അറിയുന്നവർക്കറിയാം. ഇതൊക്കെ കേവലം വായിച്ചു തള്ളേണ്ടുന്ന ഒരു വിവരമായിട്ടാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് കാര്യങ്ങൾ ആയി വരുന്നത് എങ്കിൽ ഖുർആനിനോട് കാണിക്കുന്ന അന്യായമാണെന്ന് വിനയ പുരസ്സരം നാം ഓർക്കണം. ഇത്രയും വസ്തുതകളെ കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞു വെക്കുമ്പോൾ ഈ വസ്തുതകൾ നമ്മുടെ പഠനത്തിനും ചിന്തക്കും വിഷയീഭവിക്കുന്നില്ല എങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ കാലിക പ്രസക്തി എന്ത് എന്നും വേദനയോടെ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഈ വർത്തമാനം കൃത്യതയുള്ള ഒരു വർത്തമാനമാണ്. അഹങ്കാരത്തിന്റെ മേഖലയിൽ മുടിചൂടാ മന്നന്മാരായി ആര് കടന്നു വരികയും സകല ധർമ്മത്തിന്റെയും വേരുകൾ അറുക്കുന്ന പ്രവർത്തനത്തിൽ അവർ വ്യാപൃതരാവുകയും ഭൂമുഖത്ത് നിലനിൽക്കേണ്ടുന്ന ശാന്തിയും സമാധാനവും കെടുത്തിക്കളയുകയും ധർമ്മത്തെ അതിജയിക്കുന്ന അധർമ്മത്തിന്റെ മലവെള്ളപ്പാച്ചിലുകൾ അവർ സൃഷ്ടിച്ചു വിടുകയും അത് ധാർമ്മിക മൂല്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന, വേദപ്രോക്ത മൂല്യങ്ങളെ മാനിക്കുന്ന നമ്മുടേതുപോലൊരു സാമൂഹ്യ ക്രമത്തിന്റെ അടുക്കളയിൽ വരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എങ്കിൽ നമ്മൾ അറിയണം, തമ്പുരാന്റെ ഇടപെടൽ കേവലം ഒരു പ്രകൃതിയുടെ വികൃതി മാത്രമാവില്ല. അത് കൃത്യമായ ഉദ്ദേശത്തോടെ നാഥൻ നടത്തുന്ന ഇടപെടലായി മനസ്സിലാക്കാൻ നമുക്കിനി അധികം തെളിവുകൾ ആവശ്യമില്ല. അതിൽ നിന്ന് പാഠം പഠിക്കാൻ യഥാർത്ഥത്തിൽ അടികൊണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കെങ്കിലും സാധ്യമാകണമെന്ന് വിനയപുരസ്സരം ഓർമ്മപ്പെടുത്തുകയാണ്. അന്യായമായി അധർമ്മത്തിന്റെ വഴിയിലൂടെ ഭൂമിയിൽ അവർ അഹങ്കാരികളായി എഴുന്നേറ്റുന്നു ആദ് സമൂഹം. അങ്ങനെ അന്യായവും അധർമ്മവും ചെയ്തുകൊണ്ട് ഭൂമിയിൽ അഹങ്കാരത്തിന്റെ അവസ്ഥയിലേക്ക് ആര് കയറി നിന്നാലും ശരി, അവർ എത്ര കഴിവുള്ളവരായിരുന്നാലും ശരി, അവരുടെ മേൽ നാഥന്റെ വചനം സംഭവിക്കൽ നിർബന്ധമായി തീരും. അവരുടെ മേൽ നാഥന്റെ കൽപ്പനയുണ്ടാകും. അവരെ അങ്ങ് അടിച്ച് തമർത്തി തകർത്ത് കളയാൻ പിന്നീട് അധികം താമസമുണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ഇതായിരുന്നു ആദ് സമൂഹത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഞങ്ങളെക്കാൾ ശക്തർ ആരുണ്ട് എന്നവർ നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്നു. ആ ചോദ്യം ഇന്നും ആവർത്തിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. ചരിത്രത്തിന്റെ ആവർത്തനങ്ങൾ ഈ സമകാലിക അവസ്ഥയിൽ നമുക്ക് വായിക്കാം. അള്ളാഹ് ചോദിക്കുന്നു, ഇവർക്ക് ബുദ്ധിയില്ലാതായി പോയല്ലോ. അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും, ഇവരെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണല്ലോ. ആ കാര്യം അവർ മറന്നുപോയോ? ഇത്രയും കഴിവും ബുദ്ധിപരമായ മികവും നൈപുണികൾ യഥേഷ്ടം വളർത്തിയെടുക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് നേതൃത്വം കരഗതമാക്കാനുമൊക്കെ ഇവർക്ക് സാധ്യമാകും വിധം ഇവരെയും ഇവരുടെ മസ്തിഷ്കത്തിന്റെ ഘടനയെയും യഥാവിധി ക്രമീകരിച്ച ഒരു നാഥൻ, ആ നാഥൻ ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, ഇവരെക്കാളൊക്കെ എത്രയോ ശക്തനാണെന്ന യാഥാർത്ഥ്യം ഇവർക്ക് എന്തേ മനസ്സിലാകാതെ പോയത്? വകാനൂ ബിആയാതിനാ യജ്ഹദൂൻ,
അള്ളാഹു കൃത്യമായി അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊള്ളുന്നതിന് പകരം അവർ അതിനോട് നിഷേധാത്മക നിലപാടുകൾ സ്വീകരിക്കുന്നു. അതുകൊണ്ട് നാം അവരെ ശരിക്കും പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ശക്തിയായി അടിച്ചു വീശുന്ന കാറ്റ് അവർക്കിടയിൽ നാം അഴിച്ചുവിട്ടു. കാറ്റിന് ഗതിവേഗം വർദ്ധിച്ചു. അതിന്റെ ശബ്ദം ഹുങ്കാര ശബ്ദമായിട്ട് മാറി. ആ ഹുങ്കാര ശബ്ദത്തോടെ ഗതിവേഗത്തിൽ കാറ്റ് വരുന്നത് അവർക്ക് മനസ്സിലായപ്പോൾ അവർ സുരക്ഷയ്ക്ക് വേണ്ടി വീട് വിട്ട് ഓടി. ഓടുന്ന ഓട്ടത്തിൽ കാറ്റ് അവരെ കീഴ്പ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ട് അവർക്കിടയിൽ ജീവഹാനി സംഭവിച്ചു, വീടുകൾ നശിച്ചു. അവരുടെ തീരപ്രദേശങ്ങൾ പിന്നീട് മനുഷ്യ കബദ്ധങ്ങളാൽ നിറഞ്ഞു. കടൽ അതിനെ എടുത്തു കൊണ്ടുപോയില്ലായിരുന്നു എങ്കിൽ നാറ്റം കൊണ്ട് ഒരു മനുഷ്യനും ആ സുന്ദര തീരത്തേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. ഇത് അടിക്കടി ആവർത്തിച്ചു കൊണ്ടിരിക്കെ അവർക്ക് ഈ പാഠങ്ങൾ മനസ്സിലായില്ല, അവർക്ക് നാദന മനസ്സിലായില്ല. അവർക്ക് നേരെ അള്ളാഹു അഴിച്ചുവിട്ടത് കാറ്റുകളെയാണ്. റീഹൻ സർസറ ലിനുസീഖഹും അദാബൽ ഖിസി. ഈ കാറ്റിനെ നാം വെറുതെ വിട്ടതായിരുന്നില്ല, അല്ലെങ്കിൽ നാം സ്വതന്ത്രമാക്കിയ കാറ്റ് ഏതോ ഒരു ഘട്ടത്തിൽ സ്വയമേവ വേഗത കൂട്ടിയതല്ല, അല്ലെങ്കിൽ ആ കാറ്റ് അവിടേക്ക് വെറുതെ അങ്ങ് വൃഥാ ചെന്നെത്തിയതുമല്ല. അത് എവിടെ ചെന്നെത്തണമെന്നും എത്ര വേഗത്തിൽ ചലിക്കണമെന്നും അതിന്റെ ഭാഗമായി എന്താണോ സംഭവിക്കേണ്ടതെന്ന് മുൻകൂട്ടി നാം തീരുമാനിച്ചിരുന്നു. ആ തീരുമാനത്തിന് പിന്നിൽ നമുക്ക് ഇങ്ങനെ ഒരു അജണ്ടയുണ്ടായിരുന്നു. ലിനുസീഖഹും, നാം അവരെ അനുഭവിപ്പിക്കാൻ വേണ്ടി, നാം അവരെ രുചിപ്പിക്കാൻ വേണ്ടി, അദാബൽ ഖിസി ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോകത്ത് നിന്ദ്യമായ ശിക്ഷ അവർ അനുഭവിക്കണം. അതിനുവേണ്ടി നാം ബോധപൂർവം അയച്ചതായിരുന്നു ഈ കാറ്റുകളെ. വല അദാബുൽ ആഖിറതി അഖ്സ. ഇതൊന്നും യഥാർത്ഥത്തിൽ നിന്ദ്യമായ ശിക്ഷ എന്ന് പറയുമ്പോൾ പരമാവധിയാണെന്ന് വിചാരിക്കണ്ട. അത് ഇവിടെ സാധ്യമാകുന്ന അളവിൽ നാം ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ശക്തമായ തിരിച്ചടിയാണ്. എന്നാൽ ഇതിനേക്കാൾ അപ്പുറത്ത് പാഠം മനസ്സിലാക്കി പാഠങ്ങൾ ഉൾക്കൊണ്ട് നേരെ ചൊവ്വേ മുന്നോട്ട് പോകാൻ തയ്യാറില്ല എങ്കിൽ വല അദാബുൽ ആഖിറതി അഖ്സ, ഏറ്റവും നിന്ദ്യമായ ശിക്ഷ പരലോകത്ത് ഈ മുടിചൂടാമന്നന്മാർക്ക്, ഈ മികവിന്റെ ആളുകൾക്ക്, ഈ ലോകൈക നേതാക്കന്മാർക്ക്, അത്തരത്തിൽ അഹങ്കാരത്തിലൂടെ മുന്നോട്ട് പോകുന്നവർ, ചെറുതോ വലുതോ ആരുമാവട്ടെ, അധർമ്മത്തിന്റെ വക്താക്കൾ, ഇരുട്ടിന്റെ ശക്തികൾ, ലോകത്തിന്റെ സ്വാസ്ഥ്യം കെടുത്തിക്കൊണ്ടിരിക്കുന്നവർ, രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നവർ, അത്തരത്തിൽ ധർമ്മമാർഗെ സഞ്ചരിക്കുന്ന നിയമങ്ങളെയും ക്രമങ്ങളെയും തകർക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് ഏറ്റവും നിന്ദ്യമായ ശിക്ഷ പരലോകത്ത് നാം നൽകുകയും ചെയ്യും. വഹും ലാ യുൻസറൂൻ, അവിടെ അവരെ സഹായിക്കാൻ ആരുമുണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറ ഫുസ്സിലത്തിൽ. ഇത് സമകാലിക അവസ്ഥയിൽ ഏറെ അർത്ഥം നൽകുന്ന വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങളാണ്. ചിന്തക്കും പഠനത്തിനും നമ്മെ ഒരുപാട് പ്രചോദിപ്പിക്കുന്നു ഈ സൂക്തങ്ങൾ. ഈ വിഷയത്തിൽ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയായി അവതരിപ്പിച്ച കാറ്റിനെ കുറിച്ചാണ് പറയുന്നത്. കാറ്റിനെ കുറിച്ച് ഖുർആനിന്റെ ഒരു വേഴ്സൺ, ഖുർആനിന്റെ ഒരു വിശകലനവും ഇത്തരുണത്തിൽ പഠിക്കുന്ന ഒന്നാവും. മാറി മാറി കാറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയും കാറ്റുകൾക്ക് പുതിയ പേരുകൾ ഉണ്ടാവുകയും ആ പേരുകൾ ചരിത്രം സൃഷ്ടിക്കുകയും ആ പേരിൽ അടിച്ചു വീശിയ കാറ്റുകൾ കാലഗണനയിൽ കലണ്ടറിൽ ഇടം പിടിക്കുകയും ചെയ്യുന്ന പുതിയ കാലഘട്ടത്തിൽ ഖുർആൻ കാറ്റുകളെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നതും യഥാർത്ഥത്തിൽ തന്നെ നമ്മുടെ മുമ്പിൽ പഠന വിഷയമാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 29 സ്ഥലത്ത് കാറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റീഹ്, റിയാഹ് എന്നീ രണ്ട് പ്രയോഗങ്ങളാണ് ഖുർആൻ അതിനായി പ്രയോഗിച്ചിരിക്കുന്നത്. റീഹ് എന്ന് പറയുമ്പോൾ കാറ്റ് ഏകവചനത്തിലാണ് പ്രയോഗം, റിയാഹ് എന്ന് പറയുമ്പോൾ കാറ്റുകൾ ബഹുവചനത്തിലാണ് പ്രയോഗം. പക്ഷെ ഈ രണ്ട് പദപ്രയോഗത്തിലും ഒരു വ്യത്യാസമുണ്ട്. റീഹ് എന്ന് പറയുമ്പോൾ ഏകവചനത്തിൽ കാറ്റ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിടത്തൊക്കെ ശിക്ഷയുടെ ഭാഗമായ കാറ്റുകളാണ്. ഒരു വിഭാഗത്തെ ശിക്ഷിക്കാൻ, ഒരു വിഭാഗത്തെ പാഠം പഠിപ്പിക്കാൻ, അഹങ്കാരത്തിന്റെ മാർഗെ മുന്നോട്ട് പോകുന്നവരുടെ തലമണ്ടക്കിട്ട് നാദൻ കൊടുക്കുന്ന ചൊട്ടും കൊട്ടുമായിട്ട് സംഭവിക്കുന്ന സ്ഥലങ്ങളെ വർണ്ണിക്കുന്നിടത്താണ് റീഹ് എന്ന ഏകവചനം ഖുർആൻ പ്രയോഗിച്ചത്. റിയാഹ് എന്ന് പ്രയോഗിച്ചതെല്ലാം, ബഹുവചനത്തിൽ പ്രയോഗിച്ചതെല്ലാം അനുഗ്രഹങ്ങളുടെ കാറ്റുകളാണ്. മഴയ്ക്ക് മുമ്പ് വരുന്ന കാറ്റ്, ഉഷ്ണത്തെ ശമിപ്പിക്കാൻ വേണ്ടി വരുന്ന കാറ്റ്, നമുക്ക് സന്തോഷദായകമായ കാറ്റ്, മന്ദമാരുതൻ മുതൽ തുടങ്ങിയിട്ട് അപകടകരമല്ലാത്ത വിധം നമുക്ക് ആസ്വാദനമേകുന്ന കാറ്റുകൾ, അതിനെക്കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ റിയാഹ് എന്നാണ് പ്രയോഗിച്ചത്. ഇങ്ങനെ കാറ്റുകളെ 29 സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിരിക്കുന്നു. ആ സ്ഥലങ്ങളെ 4 തലക്കെട്ടിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കാറ്റുകൾ, അള്ളാഹുവിന്റെ ശിക്ഷയുടെ കാറ്റ്. ഇതിനെ മൊത്തത്തിൽ 4 വിഷയങ്ങളുടെ 4 ക്രമത്തിൽ മനസ്സിലാക്കിയാൽ
നമ്മുടെ ബുദ്ധിക്ക് മുമ്പിൽ, ചിന്തക്ക് മുമ്പിൽ അത് തങ്ങി നിൽക്കുന്ന വസ്തുതകളായിട്ട് നിലകൊള്ളും. ഒരു ഭാഗത്ത് ഖുർആൻ കാറ്റുകളെ ഉദ്ധരിച്ചത് അള്ളാഹുവിന്റെ കഴിവും മഹാത്മ്യവും അവന്റെ കുദറത്തും അവന്റെ ദൃഷ്ടാന്തവും നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പടച്ച തമ്പുരാന്റെ കഴിവ്, അവന്റെ കുദറത്ത്, അവന്റെ വലിയ ശക്തി, നമ്മുടെ ചിന്തക്ക് അതീതമായി, ബുദ്ധിക്ക് അതീതമായി അവന്റെ കൃത്യതയാർന്ന നിർണയനത്തിന്റെ ഭാഗമായുള്ള ഇടപെടൽ, അത് അവന്റെ വലിയ ദൃഷ്ടാന്തമായി മാറുന്നതായിട്ട് കാറ്റുകളെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നു. സൂറ അൽ ബഖറയിൽ പ്രകൃതി പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ പറയുന്ന 164 സൂക്തത്തിലാണ് ഇത്തരം ഒരു വിശദീകരണം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും വൽ ഫുൽകിൽ ലത്തി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ്, മനുഷ്യന് ഉപകാരപ്പെടും വിധം കടലിൽ സഞ്ചരിക്കാൻ ഉപകരിക്കുന്ന കപ്പലുകളിലും വമാ അൻസല ആകാശത്ത് നിന്ന് അല്ലാഹു സൃഷ്ടിക്കുന്ന മഴ, അത് മുഖേന നിങ്ങൾക്ക് ലഭ്യമാകുന്ന വെള്ളം, അത് മുഖേന മരിച്ചു കിടക്കുന്ന ഭൂമി, ഉഷരമായ ഭൂമി, ഉർവരമായി തീരുന്ന, ജീവത്തായി തീരുന്ന അവസ്ഥയും എല്ലാ ഇനത്തിലും പെട്ട ജന്തുജാലങ്ങൾ, സസ്യലതാദികൾ അത് മുഖേന ഉണ്ടായി വരികയും വളർന്ന് പടർന്ന് പന്തലിക്കുകയും ചെയ്യുന്ന കാഴ്ച. കാറ്റുകളെ അള്ളാഹു വിന്യസിക്കുന്ന രീതി, ആകാശത്തിനും ഭൂമിക്കുമിടയിൽ തങ്ങി നിൽക്കുന്ന മേഘങ്ങൾ, മേഘപാളികൾ, ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇതിൽ മതിയായ ദൃഷ്ടാന്തങ്ങളുണ്ട്. പടച്ചതമ്പുരാന്റെ ആയാത്തുകളായി ദൃഷ്ടാന്തങ്ങളായി അവന്റെ കുദറത്തിനെ, കഴിവിനെ, അവന്റെ മികവിനെ എല്ലാം വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന, അവന്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്ന ഇത്തരം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ കാറ്റുകളെ ഉദാഹരണമായി, അവന്റെ ദൃഷ്ടാന്തമായി ഉന്നയിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മുമ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പഠന വിഷയമാണ്. അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ്. അവനാണ് അതിനെ നിയന്ത്രിക്കുന്നത്, അവനാണ് അതിനെ അയക്കുന്നത്, അവനാണ് അതിന്റെ ഗതിവേഗം നിർണയിക്കുന്നത്, അവനാണ് അതിനെ തിരിച്ചു പിടിക്കുന്നത്. അത് നമ്മുടെ ആരുടെയും കയ്യിലല്ല. നാം എത്ര വളർന്നാലും ശരി ഇതിനെ നിയന്ത്രിക്കാൻ നമ്മൾ നിസ്സഹായരാണ്. നമ്മുടെ കയ്യിൽ അതിനുള്ള സാങ്കേതിക വിദ്യയില്ല, അതൊട്ട് ലഭ്യമാവുകയുമില്ല. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യൻ പ്രപഞ്ചനാഥനെ കുറിച്ച് ചിന്തിക്കാനും ആ നാഥന് മുമ്പിൽ വിനീത വിധേയനായി നിൽക്കാനും അവനെ പഠിപ്പിക്കേണ്ടുന്ന ഒരു പാഠമാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്നു, സന്തോഷ വാർത്തയായി അല്ലാഹു കാറ്റുകളെ അയക്കും. അതൊരു വലിയ ദൃഷ്ടാന്തമാണ്, നാഥന്റെ ഒരു ദൃഷ്ടാന്തമാണ്. ആ കാറ്റിലൂടെ അവൻ അവന്റെ അനുഗ്രഹങ്ങളെ നിങ്ങളെ ആസ്വദിപ്പിക്കും. കാറ്റിന്റെ ശേഷം നിങ്ങൾക്ക് മഴ കിട്ടും, കാറ്റിലൂടെ നിങ്ങളുടെ മേഘങ്ങൾ സഞ്ചരിക്കും, എത്തേണ്ട സ്ഥലത്ത് എത്തി ആ മേഘക്കീറുകൾ മഴവെള്ളമായിട്ട് വർഷിക്കും. ആ മഴവർഷത്തിലൂടെയും ഈ കാറ്റിലൂടെയും സസ്യലതാദികളിൽ ഒരുപാട് പ്രക്രിയകൾ നടക്കും. ഇങ്ങനെ ഇതെല്ലാം അല്ലാഹുവിന്റെ കാരുണ്യമായിട്ട് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന ഒന്നാണ്. അതിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. ആ കാറ്റ് മുഖേന അല്ലാഹുവിന്റെ കൽപ്പനയാൽ അവന്റെ ആജ്ഞാനുസാരം കടലിൽ കപ്പലുകൾ സഞ്ചരിക്കും. അത് മുഖേന അന്നം തേടി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നു. അങ്ങനെ നിങ്ങൾ അല്ലാഹുവിന് നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി അല്ലാഹു ഈ കാറ്റുകളെ ദൃഷ്ടാന്തമായി, അവന്റെ അസ്തിത്വത്തിന്റെ, അവന്റെ കഴിവിന്റെ, മികവിന്റെ അടയാളമായി നിങ്ങൾക്കിടയിലേക്ക് അയച്ചിരിക്കുകയാണ്. സൂറത്തുർ റൂം 46 സൂക്തം. ഇത് കാറ്റിനെ കുറിച്ചുള്ള ഒരു ഇനം വിശദീകരണമാണ്. രണ്ടാമത്തെ ഒരിനം, ഈ കാറ്റ് മുഖേന അള്ളാഹു ഉദ്ദേശിക്കുന്ന അനുഗ്രഹത്തിൽ ചിലതിനെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ വിഷയീഭവിപ്പിക്കുന്നത്. അവന്റെ വലിയ അനുഗ്രഹമായി കാറ്റ് സംഭവിക്കുന്നത് മുഖേന ഉണ്ടാകുന്ന ചില ഗുണങ്ങൾ, മാലോകർക്ക് ഈ പ്രകൃതിയിൽ നമ്മുടെ നിലനിൽപ്പിന് അനിവാര്യമായി സംഭവിക്കേണ്ട കാര്യങ്ങളായി സംഭവിക്കുന്ന കാര്യങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. അതിലൊന്നാണ് സസ്യങ്ങളിൽ നടക്കുന്ന പരാഗണം. ഈ കാറ്റ് മുഖേനയാണെന്ന് അള്ളാഹു അതിനു വേണ്ടിയാണ് കാറ്റുകളെ അയച്ചത്. അനുഗ്രഹത്തിന്റെ കാറ്റിനെ കുറിച്ച് പറയാം, പരാഗണം നടക്കുന്നതിന് വേണ്ടി അള്ളാഹ് കാറ്റുകളെ അയച്ചിരിക്കുന്നു. ലവാഖിഹ് എന്ന അറബി പദത്തിന്റെ അർത്ഥം പരാഗണം എന്നാണ്. സസ്യങ്ങളിൽ നടക്കുന്ന പരാഗണം, പുതുതലമുറയെ ഉൽപ്പാദിപ്പിക്കാൻ, പുഷ്പിച്ച് കായ്ഫലങ്ങളായിട്ട് പുതുതലമുറകളായിട്ട് മാറാൻ, മനുഷ്യന് വിഭവങ്ങളായിട്ട് തീരാൻ ഈ പരാഗണം നടക്കുന്ന കാറ്റ് മുഖേനയാണ് എന്നാണ്. 800 കിലോമീറ്റർ വരെ കാറ്റ് ചില സസ്യങ്ങളുടെ പരാഗ രേണുക്കളെ വഹിക്കാറുണ്ട് എന്നും, അത്രയും കിലോമീറ്റർ ദൂരം കൊണ്ടുചെന്ന് പരാഗണം നടക്കാൻ, ഈ പരാഗണ പ്രക്രിയ നടക്കാൻ അത് മുഖേന സാധിക്കാറുണ്ട് എന്നും
പൈൻ മരങ്ങളിലെ പരാഗണത്തെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ അവതരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് തമ്പുരാന്റെ ഒരു ഇടപെടലാണ്. നാം ആഹരിക്കുന്ന നമ്മുടെ അനിവാര്യമായ അടിസ്ഥാന ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് ഉതകുന്ന ഈ പ്രക്രിയ തമ്പുരാൻ അനുഗ്രഹമായി കാറ്റുകളെ അയച്ചത് കൊണ്ടാണെന്ന് സൂറ അൽ ഹിജ്ർ 22-ാമത് സൂക്തത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. ഇതേ അനുഗ്രഹത്തിന്റെ ഭാഗമായി വരുന്ന കാറ്റിനെ ഇങ്ങനെയും നിങ്ങൾക്ക് നാം ഉപകാരപ്പെടുത്തി തരാറുണ്ട് എന്ന് മൂന്നാമതായിട്ട് ഖുർആൻ എടുത്തു പറഞ്ഞു. മേഘങ്ങളെ അത് വഹിക്കും, എന്നിട്ട് എത്തിക്കേണ്ടിടത്ത് എത്തിക്കും, അവിടെ ഒരുമിച്ച് കൂട്ടേണ്ടിടത്ത് ഒരുമിച്ച് കൂട്ടും, പരത്തി ഇതരണ്ട് പരത്തി വിതറും, അവിടെ കഷ്ണങ്ങളായി കിടക്കേണ്ടത് മേഘങ്ങളെ കഷ്ണങ്ങളാക്കി ഇടും, എന്നിട്ട് അതിൽ നിന്ന് മഴത്തുള്ളികളെ വർഷിക്കേണ്ട സ്ഥലത്ത് വർഷിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പുറത്ത് മഴ പെയ്യുന്നു, അപ്പുറത്ത് മഴയില്ല, ഇപ്പുറത്ത് മഴ പെയ്യുന്നു, അപ്പുറത്തെത്തുമ്പോൾ മഴയില്ല. അങ്ങനെ ചിന്ന ഭിന്നമാക്കി മേഘങ്ങളെ ഇങ്ങനെ യഥേഷ്ടം ആകാശത്ത് വിതറി അവൻ മഴ വർഷിപ്പിക്കുന്നത്. മേഘങ്ങളെ ഒന്നിച്ചു കൂട്ടി നിങ്ങൾക്ക് മതിയായ വെള്ളം തരുന്ന രീതിയിൽ കനത്ത മഴകളെ വർഷിപ്പിക്കുന്നത്. ഇതെല്ലാം ഈ കാറ്റിലൂടെ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ഇടപെടലാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറ അൽ ഫുർഖാൻ, അൻ-നംൽ, അർ-റൂം എന്നീ അധ്യായങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. വഹുവല്ലദീ അർസല റിയാഹ ബുശ്റ, സന്തോഷ വാർത്തയായിക്കൊണ്ട് അവനാണ് കാറ്റുകളെ അയച്ചത്. ബൈന യദൈ റഹ്മതിഹി, അവൻ നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹത്തിന്റെ മുന്നോടിയായിട്ട്. വമൻ യുർസിലിർ റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി, നിങ്ങൾക്ക് ലഭ്യമാകുന്ന അനുഗ്രഹമാകുന്ന മഴ, അതിന്റെ മുന്നോടിയായിട്ട് കാറ്റുകളെ അയക്കുന്നവൻ ആരാണ്? സൂറത്തുൻ നംൽ. അല്ലാഹുല്ലദീ യുർസിലുർ റിയാഹ, അള്ളയാണ് ഈ കാറ്റുകളെ അയച്ചു കൊണ്ടിരിക്കുന്നത്. ഫതുസീറു സഹാബ, ആ കാറ്റിൽ അവൻ മേഘങ്ങളെ ഇളക്കി വിടുന്നു. ഫയബ്സുതുഹു ഫിസ്സമാ, ആകാശത്ത് അവയെ പരത്തുന്നു, ആ മേഘങ്ങളെ. കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്ന വിധം. വയജഅലുഹു കിസഫ, എന്നിട്ട് അതിനെ കഷ്ണം കഷ്ണമായി ആകാശത്ത് വിതറുന്നു. അങ്ങനെ വിതറിയ മേഘങ്ങളിൽ നിന്ന് ഫതറൽ വദ്ക യഖ്റുജു മിൻ ഖിലാലി, അതിന്റെ ഇടയിൽ നിന്ന് അപ്പോഴതാ വെള്ളം, അപ്പോഴതാ മഴ നിങ്ങൾക്ക് വർഷിക്കുന്നു. ഇത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ സൂറ അർ-റൂമിൽ 48-ാമത് സൂക്തം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാറ്റിലൂടെ മാലോകർക്ക് വേണ്ടി ഈ ഭൂമുഖത്ത് അവൻ നടത്തുന്ന ഇടപെടലിനെയാണ് പഠിപ്പിക്കുന്നത്. നാലാമതായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമായി കപ്പലുകളെ ചലിപ്പിക്കുന്ന ശക്തിയുള്ള കാറ്റിനെ കുറിച്ചും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. സൂറ അർ-റഹ്മാൻ 24-ാമത് സൂക്തം. വലഉൽ ജവാരിൽ മുൻശആതു ഫിൽ ബഹരി കൽഅലാം, പർവ്വതങ്ങളെപ്പോലെ ഉയർന്നു നിൽക്കുന്ന കപ്പലുകൾ നിങ്ങൾ കടലിൽ കണ്ടില്ലേ? അത് സഞ്ചരിക്കുന്നതും അതിനെ നിർത്തുന്നതും അല്ലാഹുവാണ്. അവനാണ് അതിനെ സഞ്ചരിപ്പിക്കുന്നത്. വമിൻ ആയാതിഹി അൽ ജവാരി ഫിൽ ബഹരി കൽഅലാം, അവന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് മല പോലെ ഉയർന്നു നിൽക്കുന്ന കപ്പലുകൾ കടലിൽ. സൂറത്തുൽ ശൂറ. അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ കാറ്റിനെ ഒരു നിമിഷം അവന് പിടിച്ചു നിർത്താമായിരുന്നു. എങ്കിൽ ആ കപ്പൽ ആ കടലിന്റെ പുറത്ത് അങ്ങനെ നിന്നു പോകുമായിരുന്നു. പടച്ചവന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവരോട് നന്ദി കാണിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന്. അഞ്ചാമതായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നു കാറ്റിനെ ശിക്ഷയായിട്ട് അവതരിപ്പിക്കുമെന്ന്. അവിടെ റിയാഹ് എന്നാണ് പ്രയോഗം. ഇതുവരെ റിയാഹ് എന്നാണ് പഠിപ്പിച്ചതെങ്കിൽ അത് അനുഗ്രഹത്തിന്റെ കാറ്റുകളാണ്. എന്നാൽ ശിക്ഷയെ കുറിച്ച് കാറ്റ് ശിക്ഷയായി വരും എന്നിടത്ത് റിയാഹ് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, നമ്മളെ വിളിച്ചുകൊണ്ടല്ല പറയാ. അല്ലയോ സത്യവിശ്വാസികളെ, ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കുക. ഇത് ജാഅതുകും ജുനൂദുൻ, നിങ്ങൾക്ക് നേരെ ഒരു സൈന്യം വന്നപ്പോൾ, മദീനയെ ആക്രമിക്കാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കീങ്ങൾ സകലരെയും സ്വരുക്കൂട്ടി സഖ്യസേനയായി മദീനയെ ആക്രമിക്കാൻ വന്നപ്പോൾ ഖന്തക്ക് കുഴിച്ചുകൊണ്ട് കിടങ്ങ് കുഴിച്ചുകൊണ്ട് ആ സൈന്യത്തെ നേരിടാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയപ്പോൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സൈന്യം ഖന്തക്കിന്റെ അപ്പുറത്ത് ശത്രു സൈന്യം വന്ന് നിൽക്കെ രാത്രിയിൽ ചില ശത്രു സൈന്യത്തിൽപ്പെട്ട ആളുകൾ കുതിരകളെ ചാടിച്ച് കിടങ്ങ് കടന്ന് ഇപ്പുറത്തേക്ക് എത്തിയിരിക്കെ ഇത്തരത്തിലുള്ള ഈ കിടങ്ങ് മറികടന്നുള്ള വരവ് തുടർന്നാൽ പടച്ചവനാണ് നമ്മൾ കുടുങ്ങിപ്പോകുമെന്ന് മുസ്ലിം സമൂഹം ഭയാശങ്കയിലായിരിക്കെ തണുപ്പുള്ള ആ രാത്രിയിൽ ഈ സൈന്യത്തിന് എന്തു പറ്റി, അവരുടെ അവസ്ഥ എന്താണെന്ന് പഠിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബയെ കിറാമിനെ നിയോഗിച്ചയച്ച് അവർ ചെന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച ഇത് ജാഅത്തുകും ജുനൂദുൻ, ഒരു സൈന്യം നിങ്ങൾക്ക് നേരെ വന്നപ്പോൾ ഫഅർസൽനാ അലൈഹിം റീഹ, നാം അവർക്ക് നേരെ കാറ്റിനെ അയച്ചു.
നിങ്ങൾ കാണാത്ത സൈന്യത്തെയും അഥവാ മലക്കുകളെയും അയച്ചു. ഈ ഇസ്ലാമിക സൈന്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന ശത്രു സൈന്യത്തിന്റെ ക്യാമ്പിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ തണുപ്പുള്ള മദീനയുടെ സവിശേഷമായ തണുപ്പിന്റെ അരികെ പറ്റി ചെന്ന് നോക്കുമ്പോൾ ശക്തമായ കാറ്റ്, മദീനക്കകത്ത് കാറ്റില്ല, മദീനയുടെ തൊട്ടപ്പുറത്ത് കാറ്റടിച്ച് വീശിയിട്ട് ആ കാറ്റിൽ ഭയന്ന് തുണ്ടം തുണ്ടമായി ഇവരുടെ ടെന്റുകളും സംവിധാനങ്ങളും കീറി പരിഞ്ഞ് കാറ്റിൽ പോയപ്പോൾ ഹുങ്കാര ശബ്ദത്താലും ഈ ശക്തമായ കാറ്റിന്റെ ഭയാനകമായ അവസ്ഥയാലും പേടിച്ച് സൈന്യം പരാജയപ്പെട്ട് പിൻവാങ്ങി യുദ്ധം നടക്കാതെ യുദ്ധം ജയിക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം വിനയപുരസ്സരം നമ്മൾ അറിയണം. അവിടെ അയച്ചത് ശിക്ഷയുടെ കാറ്റ്. വിശുദ്ധ ഖുർആൻ ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന സൂറ അഹ്സാബിലെ 9-ാമത് സൂക്തത്തിൽ വലൈൻ അർസൽനാ റീഹൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിന് നേരെ നാം കാറ്റിനെ അയച്ചാൽ ഫറഔഹു മുസ്ഫറ, നിങ്ങളുടെ സകല സംവിധാനങ്ങളും ഒന്നിനും കൊള്ളാത്ത ധൂളിയായി മഞ്ഞച്ച ഉണങ്ങിയ ധൂളിയാക്കി മാറ്റാൻ നമുക്ക് കഴിയും. നിങ്ങളെ കൃഷിയാവട്ടെ, നിങ്ങളെ എന്ത് സംവിധാനമാകട്ടെ, അതിനെ ഒന്നുമല്ലാതാക്കാൻ നമുക്ക് കഴിയും എന്ന യാഥാർത്ഥ്യം നിങ്ങൾ അറിയണമെന്ന് പറഞ്ഞ് ശിക്ഷയുടെ കാറ്റിനെ കുറിച്ച് സൂറത്ത് റൂം 51-ാം സൂക്തത്തിൽ നമ്മൾ പഠിച്ച മുഖദ്ദിമയിൽ കേട്ട സൂറ ഫുസ്സിലത്തിൽ ആദ്യ സമൂഹത്തിന് നേരെ ഇളക്കിവിട്ട ആ ശക്തമായ കാറ്റിനെ കുറിച്ച് റീഹൻ സർസറ, അടിച്ചു വീശുന്ന കാറ്റ്, ശിക്ഷയുടെ കാറ്റ്. അപ്പോൾ അനുഗ്രഹത്തിന്റെ കാറ്റുകൾ, ശിക്ഷയുടെ കാറ്റ്, ഇത് രണ്ടും കൃത്യമായി വിശുദ്ധ ഖുർആൻ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ യാഥാർത്ഥ്യത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് മനുഷ്യന്റെ അഹങ്കാരത്തിന് തിരിച്ചടിയായി അവൻ കാണിക്കുന്ന അധാർമിക പ്രവർത്തനങ്ങളുടെ ദുരന്തമായി അവനെ ശരിക്കും അല്ലാഹു പഠിപ്പിക്കേണ്ടുന്ന പാഠങ്ങളായി ഒരു ഭാഗത്ത് ശിക്ഷയുടെ കാറ്റിനെയും മറുഭാഗത്ത് അവനോടുള്ള അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമായി അനുഗ്രഹത്തിന്റെ കാറ്റുകളെയും 29 സ്ഥലത്ത് ഖുർആൻ വിശദീകരിക്കുന്നു. കാറ്റ് അടിച്ചു വീശുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഭയവിഹ്വലനാകും. നമ്മൾ ഇന്നേറെ സുരക്ഷിതരാണ്. അപ്പുറത്തൊരു കാറ്റ് വീശുന്നു എന്ന് നമ്മുടെ മിനി സ്ക്രീൻ പച്ചയായി കാണിക്കുമ്പോൾ അത് കേവലം ഒരു അറിവിനപ്പുറത്തേക്ക് ചിന്തയെ സ്വാധീനിക്കാതെ അതിനു മുമ്പിൽ കണ്ണു നട്ടിരിക്കുന്ന മുസ്ലിമീങ്ങളാണോ എന്നും വിനയപുരസ്സരം നമ്മൾ ചിന്തിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരുപ്പറമ്പിന്റെ ഏതോ അറ്റത്ത് കാറ്റിന്റെ ചലനങ്ങൾ പ്രകടമാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ഏറെ ഭയവിഹ്വലനായി തീരുകയും അല്ലാഹുവിലേക്ക് അനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ നാഥനിലേക്ക് മടങ്ങുവിൻ, പശ്ചാത്തപിക്കുവിൻ എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നും, അതുകൊണ്ട് തന്നെ കാറ്റ് വരുമ്പോൾ ആ കാറ്റ് സാധാരണ ഒരു കാറ്റിനപ്പുറത്ത് എന്തോ ചില പ്രത്യേകത ഉണ്ടെന്ന തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ഭീതിയായി ജനിക്കുന്ന സംഭ്രമത്തിന്റെ ആദ്യ അവസരത്തിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ തസുബ്ബുരീഹ, നിങ്ങൾ കാറ്റിനെ കുറ്റം പറയരുത്, നിങ്ങൾ കാറ്റിനെ ശപിക്കരുത്. ഫൈദാ റഅയ്തും മാ തക്റഹൂൻ, ആ കാറ്റിന്റെ വരവിൽ നിങ്ങൾക്ക് ഗുണകരമല്ലാത്ത, നിങ്ങൾക്ക് അങ്കലാപ്പുണ്ടാക്കുന്ന, നിങ്ങൾക്ക് പ്രശ്നം സൃഷ്ടിക്കുന്ന എന്തോ ഒന്ന് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഫഖൂലു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നാ നസ്അലുക മിൻ ഖൈരി ഹാദിഹി റീഹ്, ഈ കാറ്റിലെ എല്ലാ നന്മയും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. വഖൈരി മാ ഫീഹാ, ഈ കാറ്റ് കൊണ്ടുവരുന്ന സകല നന്മകളെയും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. വഖൈരി മാ ഉമിറത ബി, ആ കാറ്റ് മുഖേന ഈ ഭൂമുഖത്ത് ഞങ്ങൾക്കിടയിൽ എന്ത് സംഭവിക്കണമെന്നാണോ നീ ആ കാറ്റിനോട് ആജ്ഞയായിട്ട് പറഞ്ഞിട്ടുള്ളത്, അത് ആ നന്മ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. വനഊദു ബിക, ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു. മിൻ ശർരി ഹാദിഹി റീഹ്, ഈ കാറ്റ് വിതക്കുന്ന സകല നാശത്തിൽ നിന്നും ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു. വശർരി മാ ഫീഹ, അതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്ന പ്രത്യക്ഷത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന അപകടകരമായ സകലത്തിൽ നിന്നും പടച്ചവനെ ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു. വശർരി മാ ഉമിറത ബി, ഈ കാറ്റ് ആർക്ക് നേരെ എന്ത് ഉദ്ദേശത്തിലാണോ നീ ആജ്ഞ കൊടുത്ത് വിട്ടിരിക്കുന്നത് അതിൽ നിന്ന്, ആ ഷറിൽ നിന്നും ഞങ്ങളിതാ നിന്നോട് രക്ഷ തേടുന്നു. പ്രതികരിക്കാതിരിക്കാൻ, പ്രതികരണം ഇല്ലാതെ പോകുന്ന അവസ്ഥയിൽ നിസ്സംഗരായിരിക്കാൻ വിശുദ്ധ ഖുർആന്റെ വക്താക്കൾക്ക് എങ്ങനെ സാധിക്കും? തിരുനബിയുടെ അനുചരന്മാർക്ക് എങ്ങനെ കഴിയും? അതുകൊണ്ട് സംഭവങ്ങളെ കേവലം സംഭവങ്ങളായി അഗണ്യ കോടിയിലേക്ക് തള്ളാതെ സംഭവഗതികളിലെ ഇസ്ലാമിക പാഠങ്ങൾ പഠിച്ച് നാഥനിലേക്ക് മടങ്ങാൻ, ധർമ്മം മുറുകെ പിടിക്കാൻ, ധർമ്മത്തിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ അർഹതയും ബാധ്യതയും
ധർമ്മത്തിന്റെ കൽപ്പനയുടെ ഭാഗമായി തന്നെ ചുമതല ഏൽപ്പിക്കപ്പെട്ടവരുമാണ് ഒരു സമുദായം എന്ന തിരിച്ചറിവ് നമുക്ക് നിർബന്ധമായും ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകളെ, അവന്റെ മുന്നറിയിപ്പുകളെ, അവന്റെ ഭാഗത്തുള്ള വഈദുകളെ, താക്കീതുകളെ യഥാവിധി ഉൾക്കൊള്ളാനുള്ള കഴിവും ഈമാനികമായ ശക്തിയും നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الخلفاء الراشدين وأمراء المرشدين عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعمي نبيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.